ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏകദേശം 100 വർഷത്തിലധികം പ്രവർത്തന പാരമ്പര്യമുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോഴും അത് വളരെയേറെ ലൈംലൈറ്റിൽ വന്നിരിക്കുന്നു. 1899 സ്ഥാപിതമായിട്ടുള്ള കൽക്കത്ത ഇലക്ട്രിസിറ്റി സപ്ലൈ കോർപ്പറേഷൻ CESC എന്ന പേരിലാണ് ഈ കമ്പനി ഇപ്പോഴുള്ളത്. ഏകദേശം 155 രൂപയിലാണ് ഈ കമ്പനി ട്രേഡ് ചെയ്യുന്നത്. ഈ കമ്പനി ഇപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കൽക്കട്ടയുടെ 567 കിലോമീറ്റർ സ്ഥലത്ത് വൈദ്യുതി വിതരണം ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ള ഒരു കമ്പനിയാണിത്. ഹൗറയിലും കൊൽക്കത്തയിലുമായിട്ട് ഏകദേശം 36 ലക്ഷം കസ്റ്റമേഴ്സാണ് ഈ കമ്പനിയുടെ ഇലക്ട്രിക് സപ്ലൈ ഉപയോഗം ചെയ്യുന്നത്. അതിൽ ഗൃഹാതുര അല്ലെങ്കിൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട്, ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, ട്രേഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അങ്ങനെ പല ആവശ്യങ്ങൾക്കും ഈ വീടുകളിലേക്ക് ഇലക്ട്രിക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഏകദേശം 3 താപനിലയങ്ങൾ, അതായത് ഹൈഡ്രോ പവർ സ്റ്റേഷൻസ് ഇവർക്ക് ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ ഇവർക്ക് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ്. ആകെ 1485 മെഗാവാട്ടിൻ്റെ പവർ ശേഷി, മെഗാവാട്ടിൻ്റെ കപ്പാസിറ്റിയാണ് ഇവർക്കുള്ളത്. ചന്ദ്രാപൂർ അതുപോലെ തന്നെ ക്രസന്റ് പവർ, ഈ 2 പവർ പ്ലാന്റുകൾ ഇവർക്കുണ്ട്. അതിലൊന്നിൽ 600 മെഗാവാട്ടിൻ്റെയും അതുപോലെ തന്നെ ക്രസന്റ് പവറിൽ 40 മെഗാവാട്ടിൻ്റെയും കപ്പാസിറ്റിയാണ് ഈ 2 ഹൈഡ്രോ പവർ പ്ലാന്റുകൾക്കും ഉള്ളത്. കൽക്കത്തയ്ക്ക് പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നോയിഡയിൽ 335 ചതുരശ്ര കിലോമീറ്ററിൽ വൈദ്യുതി വിതരണം ഈ കമ്പനിയാണ് നടത്തുന്നത്. അവിടെയും ഏകദേശം 1.87 ലക്ഷം, 2 ലക്ഷത്തോളം ഉപഭോക്താക്കൾ നോയിഡ ഏരിയയിലും ഇവരുടെ ഇലക്ട്രിസിറ്റി കൺസ്യൂം ചെയ്യുന്നു. പ്രധാനപ്പെട്ട ഫ്രാഞ്ചൈസി മോഡലിൽ ഇവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ഇലക്ട്രിസിറ്റി, അതിൽ രാജസ്ഥാൻ, കോട്ട, ബിക്കാനീർ, ഭരത്പൂർ സംസ്ഥാനങ്ങളിലെ രാജസ്ഥാനിലുള്ള ഈ 3 സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ മാലേഗാവ്, ഈ സ്ഥലങ്ങളിലാണ് ഇവർക്ക് പ്രധാനമായിട്ടും ഡിസ്ട്രിബ്യൂഷൻ രംഗങ്ങളുള്ളത്. ഈ കമ്പനി ഇപ്പോൾ പറയാൻ കാരണം ഈ ഒരു കമ്പനിയെ ഒരു അക്വസിഷൻ നടത്തുകയുണ്ടായി. ചണ്ഡീഗഡ് പവർ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ CPDL എന്ന് പറയുന്ന ഒരു കമ്പനിയെ ഏറ്റെടുക്കുകയുണ്ടായി. അതുകൊണ്ട് 100% ഓഹരികൾ ഇവരെ ഏറ്റെടുത്തു. അതുവഴി ഇപ്പോൾ ചണ്ഡീഗഡിലെ ഏക ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മളെ KSB ഒക്കെ പോലെ ചണ്ഡീഗഡ് പ്രദേശത്ത് വൈദ്യുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയായിട്ട് ഇവർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് പുറമെ ഇവരുടെ എന്തുകൊണ്ട് ഈ കമ്പനിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫ്രാഞ്ചൈസി മോഡൽ ബിസിനസ്സിലൊക്കെ നല്ല രീതിയിലുള്ള വളർച്ച കമ്പനി കാണുന്നു. ഈ അടുത്ത് കമ്പനിയുടെ ഇൻവെസ്റ്റർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. ചന്ദ്രാപൂരിലെ ഒരു പ്രൈവറ്റ് പബ്ലിക് മെമ്മോറാണ്ടം അവർ PPA കോൺട്രാക്ട് അവർ അഗ്രിമെൻറ്റ് ചെയ്തിരിക്കുന്നത് വളരെ പോസിറ്റീവായിട്ട് തോന്നി. അതുപോലെ തന്നെ ഫ്രാഞ്ചൈസികളുടെ വിതരണം നഷ്ടം കുറഞ്ഞു വരികയാണ്. അത് ഈ ബിസിനസ്സിനെ പോസിറ്റീവായിട്ട് ബാധിക്കാം. അതുപോലെ തന്നെ പുതിയ റിന്യൂവൽ കപ്പാസിറ്റി ആഡ് ഓൺ ചെയ്യുകയാണ്. അതിൽ രാജസ്ഥാനിലും മലേഗാവിലും ഒക്കെ തന്നെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കൊക്കെ കൂടി വരുന്നു. 2025-27 കാലയളവിൽ ഏകദേശം CESCയുടെ വരുമാനത്തിൽ വളരെ വലിയ വളർച്ച പ്രതീക്ഷിക്കുന്നുണ്ട്. CESC